ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗേൾ ഫ്രം നോവെയർ എന്ന സീരീസിന്റെ രണ്ടാം സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി നേരെ കഥയിലോട്ട് കടക്കാം. എപ്പിസോഡ് 2 ട്രൂ ലവ്. രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആരും കാണാതെ മറ്റൊരു പയ്യന് ലെറ്റർ കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നിച്ചിരുന്ന് പഠിക്കാൻ സാധിക്കും എന്നായിരുന്നു ആ കത്തിലുള്ളത്. രണ്ടുപേർക്കും ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പയ്യൻ എന്നിട്ട് ആ പെൺകുട്ടിക്ക് കുറച്ച് ഗിഫ്റ്റും കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. പരസ്പരം കാണാതെ ഒരു മതിലിന് അപ്പുറവും ഇപ്പുറവും നിന്നാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. പക്ഷേ ആ പെൺകുട്ടി ഇങ്ങനെ ഗിഫ്റ്റുമായി പോകുന്നത് സ്കൂളിലെ ഒരു അധ്യാപിക കാണുന്നുണ്ട്. അവർ ഇതെല്ലാം കണ്ടിട്ട് അവിടെ നിന്നും അകത്തേക്ക് പോകും. അപ്പോൾ നാനോയുടെ ശബ്ദം നമ്മളോട് പറയുകയാണ്, സ്കൂളുകളിലെ പ്രണയം എന്നും ഒരു പ്രശ്നമാണ്. സൽപ്പേരി കാത്തുസൂക്ഷിക്കാൻ വേണ്ടി മുതിർന്നവർ അത് വിലക്കുന്നതാണോ അതോ സത്യം അംഗീകരിക്കാൻ അവർക്ക് പേടിയാണോ എന്ന്. നോക്കുമ്പോൾ നാനോ ഈ നടന്ന സംഭവങ്ങളെല്ലാം ആ സ്കൂളിന്റെ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. നാനോ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് ന്യൂ സ്റ്റുഡന്റായി വന്നിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാകും. ഈ സ്കൂളിൽ പെൺകുട്ടികളെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. കൂടാതെ അവിടെ ഒരുപാട് റൂൾസുമുണ്ട്. പെൺകുട്ടികൾ യൂണിഫോം എങ്ങനെയാണ് കൃത്യമായി ധരിക്കേണ്ടതെന്നും മുതിർന്നവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്നും ഒക്കെയുള്ളതിന് കൃത്യമായ റൂൾസ് ഉണ്ട്. ഒരു ഗ്രേസ്ഫുൾ ട്രഡീഷണൽ സ്ത്രീ നാടിന്റെ നിധി എന്നാണ് സ്കൂളിന്റെ മോട്ടോ തന്നെ. ചുരുക്കി പറഞ്ഞാൽ അടക്കവും ഒതുക്കവുമുള്ള ഒരു ഉത്തമ സ്ത്രീയെ വാർത്തെടുക്കുക എന്നതാണ് സ്കൂളിന്റെ വിഷൻ. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളുമായുള്ള ഇടപഴകൽ ആ സ്കൂളിൽ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോകുമ്പോഴാണ് ആ ഗേൾസ് ഓൺലി സ്കൂളിൽ ബോയ്സിനും കൂടി ഇനി മുതൽ പ്രവേശനം കൊടുക്കണമെന്ന് ഹെഡ് മാസ്റ്റർ അറിയിക്കുന്നത്. നാർമോൾ എന്ന് പറഞ്ഞ ഈ ടീച്ചറായിരുന്നു ആ ഗേൾസ് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി പോന്നിരുന്നത്. ടീച്ചറിന് ഹെഡ് മാസ്റ്ററിന്റെ ഈ പുതിയ തീരുമാനത്തോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഈ കാര്യം നടപ്പാക്കാൻ പറ്റില്ല എന്ന് അവർ തീർത്തു പറയും. ഹെഡ് മാസ്റ്റർ പറയും, നമുക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾ അധ്യാപകർക്ക് സാലറി തരാൻ പോലും എൻ്റെ പക്കൽ പണമില്ല എന്ന്. ടീച്ചർ അപ്പോൾ പറയും, പയ്യന്മാർ എന്ന് പറഞ്ഞാൽ ചിതലുകളെ പോലെയാണ്. വീട്ടിലേക്ക് കയറാൻ ഒരു സാഹചര്യം കൊടുത്താൽ പിന്നീട് അവർ വീട്ടിൽ നിന്നും ഒരിക്കലും പോകില്ല. നമ്മൾ ഇത്രയും നാൾ കൊണ്ട് ഉണ്ടാക്കിയ പേരും മൂല്യങ്ങളും എല്ലാം നഷ്ടമാകുമെന്ന് പറഞ്ഞ് ടീച്ചർ സ്കൂളിലെ പെൺകുട്ടികൾക്ക് പയ്യന്മാർ ആരും കാണാതെ കൊടുത്ത കഥകൾ കാണിച്ചു കൊടുക്കും. ഹെഡ് മാസ്റ്റർ അതെല്ലാം വായിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയും, ഇവർ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണല്ലോ, ഞാനൊക്കെ ഈ പ്രായത്തിൽ ഇതിനപ്പുറമായിരുന്നുവെന്ന്. ആ ടീച്ചറാണെങ്കിൽ എന്തു പറഞ്ഞിട്ടും ആൺകുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. ഹെഡ് മാസ്റ്റർ അവസാനം പറയും, എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല, സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന്. അദ്ദേഹം സ്കൂളിൽ ബോയ്സിനും അഡ്മിഷൻ കൊടുക്കാൻ ഉറപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മളെ നാർമോൾ ടീച്ചറിനെ കാണിക്കുകയാണ്. അവർ ഹെഡ് മാസ്റ്ററിന്റെ തീരുമാനത്തോടുള്ള തന്റെ എതിർപ്പ് ബാക്കി അധ്യാപകരോട് പറയുകയാണ്. ബോയ്സ് വന്നാൽ എല്ലാം താറുമാറാകുമെന്നാണ് ടീച്ചർ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള അധ്യാപകരുടെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ പെൺകുട്ടികൾ എന്താണെങ്കിലും ഒരിക്കൽ ആൺകുട്ടികളെ കാണില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ്. നാർമോൾ മാം പറയും, പെൺകുട്ടികളുടെ ഈ പ്രായം എന്ന് പറയുന്നത് പൂക്കൾ ബ്ലൂം ചെയ്യുന്ന സമയം പോലെയാണ്. നന്നായി ബ്ലൂം ചെയ്യാൻ നമ്മൾ അവരെ വളർത്തുകയും കെയർ ചെയ്യുകയും ഒക്കെ വേണം. അവരിപ്പോൾ ദുർബലരാണ്, അതുകൊണ്ട് അവർക്ക് അശ്രദ്ധ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആൺകുട്ടികൾക്കും അതുപോലെ തന്നെയാണ്. മെച്യൂരിറ്റിയോ റെസ്പോൺസിബിലിറ്റിയോ ഒന്നും ഉണ്ടാകില്ല. നമ്മുടെ കുട്ടികളെ അവർ അവരുടെ വശത്താക്കും എന്നെല്ലാം. മറ്റധ്യാപകർ ഒന്നും ഇത് വലിയൊരു പ്രോബ്ലമായി കാണില്ല. എങ്കിലും ലിൻഡ എന്ന് പറഞ്ഞ ടീച്ചർ മാത്രം മാം പറയുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യും. മാമിനത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. അവർ രണ്ടുപേരും ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം, നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കും. ഈ സമയം കൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികൾക്കിടയിൽ മെർജറിനെ കുറിച്ചുള്ള റൂമറുകൾ പടർന്നു തുടങ്ങിയിരുന്നു. ആരാണ് ഈ കാര്യം പബ്ലിക് ആക്കിയത്, മെർജറിനെ കുറിച്ച് ഒഫീഷ്യലായി അനൗൺസ് പോലും ചെയ്തില്ലല്ലോ എന്ന് ടീച്ചർമാർ പരസ്പരം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ സീൻ ഷിഫ്റ്റായി നാനോയെ കാണിക്കുന്നത്. കുറെ കുട്ടികൾ അവളുടെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. നാനോ തന്നെയാണ് ടീച്ചേഴ്സിന് മാത്രം അറിയാവുന്ന ഈ കാര്യം എല്ലാവരെയും അറിയിച്ചത്. പെൺകുട്ടികൾ ഈ കാര്യം അറിയുമ്പോൾ ബോയ്സ് കൂടി വരുവാണെങ്കിൽ എങ്ങനെയാകും എന്നാലോചിച്ച് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അവരുടെ മുന്നിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, PT പീരീഡ് എങ്ങനെയായിരിക്കും, ഒന്നിച്ച് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് അവർ ടെൻഷൻ ആകുകയാണ്. നാനോ അപ്പോൾ വലിയ അറിവുള്ള പോലെ പറയും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നേരത്തെ ബോയ്സുമുള്ള സ്കൂളിലാണ് പഠിച്ചത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ സ്കൂളിൽ ബോയ്സ് എത്തി. ഈ സമയം നാർമോൾ മാമും ലിൻഡ ടീച്ചറും കൂടി സ്കൂളിൽ പുതിയ ഒരു റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റൂൾ നമ്പർ 12. ആൺകുട്ടികളുടെ തമാശയ്ക്ക് പെൺകുട്ടികൾ ചിരിക്കാൻ പാടില്ല, അത് ഗ്രേസ്ഫുൾ അല്ല. അതാണ് 12ാമത്തെ റൂള്. നെക്സ്റ്റ്, ആൺകുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് കാണിക്കുകയാണ്. അവർ കൗതുകത്തോടെ സ്കൂളിലെ പെൺകുട്ടികളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും അവരെ കണ്ടിട്ട് കൗതുകമാണ്. അപ്പോൾ നാനോ അവിടേക്ക് വന്ന് അവൾ തന്നെ ഫസ്റ്റ് പോയി സ്വയം പരിചയപ്പെടുത്തി ആൺകുട്ടികളോട് സംസാരിക്കും. അങ്ങനെ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. നാനോയാണ് അവർ നിങ്ങളെ കടിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ മിണ്ടാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് സ്കൂൾ മുഴുവൻ ആൺകുട്ടികളെ ചുറ്റി കാണിക്കൂ എന്ന് പറഞ്ഞ് നാനോ ആ പെൺകുട്ടികളെ നിർബന്ധിച്ച് ആ പയ്യന്മാർക്കൊപ്പം വിടും. ആ പെൺകുട്ടികൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും നല്ല പെൺകുട്ടികൾക്ക് സൗഹൃദ
സൗഹൃദപരമായ മനസ്സുണ്ടാകണമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് നാനോ ചോദിക്കുകയാണ്. അങ്ങനെ ആൺകുട്ടികളും ആ പെൺകുട്ടികളും ഒന്നിച്ച് സ്കൂളിൽ നടക്കുകയാണ്. അപ്പോൾ അവർ പരസ്പരം ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ആ പയ്യന്മാർ പറഞ്ഞ തമാശയ്ക്ക് പെൺകുട്ടികൾ ചിരിക്കുകയും ചെയ്യും. നാനോയാണെങ്കിൽ മനഃപൂർവ്വം ഒരു പെൺകുട്ടിയെ തൊട്ടടുത്ത് നിന്ന പയ്യന്റെ അടുത്തേക്ക് നൈസായി ഒന്ന് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആരെങ്കിലും ബോയ്സും ഗേൾസും ഒന്നിച്ചിങ്ങനെ ഇടപഴകുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. അവളുടെ ആ തന്ത്രം ഏൽക്കുകയും ചെയ്തു. ഇതെല്ലാം ലിൻഡ ടീച്ചർ കുറച്ച് അപ്പുറത്ത് മാറി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ലിൻഡ ടീച്ചർ അത് നേരെ കൊണ്ടുപോയി മാമിനെ കാണിക്കും. നാരമോൾ മാം പറയും, ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാമെന്ന്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ സ്കൂൾ അസംബ്ലി നടക്കുന്നതാണ് കാണിക്കുന്നത്. മാം സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊരു പുതിയ റൂൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഗേൾസും ബോയ്സും തമ്മിൽ സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അസംബ്ലി ലൈനിൽ പോലും മിക്സായി നിൽക്കാൻ പറ്റില്ല. ക്ലാസ്സുകളും സെപ്പറേറ്റായി നടത്താൻ തുടങ്ങും. പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ബോയ്സിനെ പുറത്തുകൂടെ ഓടിക്കും. അത് അവർ നന്നായി ടയേർഡായിട്ട് മോശം തോട്ട്സ് ഒന്നും വരാതിരിക്കാനാണ് എന്നാണ് മാം പറയുന്നത്. മെസ്സിൽ നിന്നും ചോക്ലേറ്റ് ഡ്രിങ്ക്സും മാം നിരോധിക്കും. അവ ആൺകുട്ടികളിൽ മോശം ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് നാരമോൾ മാമിൻ്റെ വാദം. മറ്റൊരു റൂൾ കൂടി ഇപ്പോൾ മാം സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. റൂൾ നമ്പർ 34. ബോയ്സിന് സ്കൂളിൽ മിൽക്ക് എന്ന് പറയാൻ വിലക്കാണ്. പകരം UHT ഡ്രിങ്ക്സ്, അതായത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഡ്രിങ്ക്സ് എന്നോ പാസ്ചറൈസ്ഡ് ഡ്രിങ്ക്സ് എന്നോ പറയാൻ പാടുള്ളൂ. ഓരോരോ നിയമങ്ങൾ കാരണം ആൺകുട്ടികൾ ഒരുപാട് ടയേർഡാണ്. മിക്കപ്പോഴും മാം അവരെ ഗ്രൗണ്ടിൽ ഓടിക്കുകയൊക്കെയാണ്. കൂടാതെ അവരുടെ ഫുഡിലും ഒരുപാട് കൺട്രോളുണ്ട്. അപ്പോൾ ഒരു പയ്യൻ നാനോയ്ക്ക് മെസ്സേജ് പറയും തങ്ങൾ ഒരുപാട് ടയേർഡാണെന്ന്. നാനോയും കുറച്ച് കുട്ടികളും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒപ്പമുള്ള ബാക്കി കുട്ടികൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം അറിയുന്നത്. അവരുടെ ആവശ്യപ്രകാരം നാനോ അവരെ എല്ലാവരെയും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഗ്രൂപ്പിൽ കുറച്ച് പേരെ അവരുടെ ഒറിജിനൽ നെയിം ഉപയോഗിക്കുന്നുള്ളൂ. പലരും അവർ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് നെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നാനോ ഇങ്ങനെ ഫോണിൽ ടെക്സ്റ്റ് ചെയ്യുന്നത് ലിൻഡ ടീച്ചർ കാണുന്നത്. ഫോൺ വാങ്ങി നോക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ കാര്യം അവർക്ക് മനസ്സിലാകും. അവർ ആ കാര്യം നേരെ മാമിന് റിപ്പോർട്ട് ചെയ്യും. നാനോയെ മാം വിളിച്ചു വരുത്തും. ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരും പരസ്പരം ഐ ലവ് യു എന്നൊക്കെ മെസ്സേജ് അയച്ചതുപോലെയാണ് മാമിന് തോന്നുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാമിൻ്റെ സംശയം കാരണം അങ്ങനെ തോന്നിയതാണ്. മെസ്സേജസ് കണ്ടിട്ട് മാം എന്തൊക്കെയോ വെറുതെ ചിന്തിച്ചു കൂട്ടും. അങ്ങനെ മാം വീണ്ടും ഒരു റൂൾ കൂടി കൊണ്ടുവന്നു. റൂൾ നമ്പർ 41. ബോയ്സും ഗേൾസും ചാറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ആരെങ്കിലും പിടിച്ചാൽ അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ മിക്ക കുട്ടികളുടെയും അക്കൗണ്ട് ബ്ലോക്കായി. മാമിനും ലിന ടീച്ചറിനും ഇത് കണ്ട് ഒരുപാട് സന്തോഷമാകും. അത് കഴിഞ്ഞ് നാരമോൾ മാമിനെ കാണിക്കുകയാണ്. പുള്ളിക്കാരി തൻ്റെ ഡ്രോയിലിരുന്ന ഒരു ഫോട്ടോ എടുത്ത് നോക്കി സന്തോഷത്തോടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. മാമിൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും ഫോട്ടോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും അത്രയ്ക്ക് നല്ല സുഹൃത്തുക്കളായിരുന്നു. നാരമോൾ മാമിന് പഠിച്ചൊരു ടീച്ചറായി താൻ പഠിച്ച സ്കൂളിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു ചെറുതിലെ മുതൽ താല്പര്യം. ബെസ്റ്റ് ടീച്ചർ ആവുക എന്നത് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് പിന്നീട് നടക്കുകയും ചെയ്തു. ഇതെല്ലാം ഓർത്ത് മാം ഇങ്ങനെ ഇരിക്കുകയാണ്. മാം ലിൻഡ ടീച്ചറിന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി പറഞ്ഞ് മെസ്സേജ് അയക്കും. ലിൻഡയ്ക്കും അത് വലിയ സന്തോഷമാകുന്നുണ്ട്. അവർ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. ലിൻഡയോട് സംസാരിക്കുമ്പോൾ മാത്രമേ മാമിനെ ഇങ്ങനെ ചിരിച്ചു കാണാൻ പറ്റുകയുള്ളൂ. സീൻ കട്ടായി നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. മാം വീണ്ടും ഒരു പുതിയ റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റൂൾ നമ്പർ 76. ഓപ്പോസിറ്റ് ജെൻഡറിനോട് നേരിട്ടോ ഫോണിലൂടെയോ അല്ലെങ്കിൽ ചിന്തയിൽ പോലും ഫീലിങ്സ് ഒന്നും കാണിക്കരുത്. ആ കാര്യം വിലക്കിയിരിക്കുകയാണ്. പക്ഷേ നാനോ ആണെങ്കിൽ ഇപ്പോഴും ബോയ്സുമായി പുതിയൊരു ആപ്പ് യൂസ് ചെയ്ത് ചാറ്റ് ചെയ്യുന്നുണ്ട്. ട്രൂ ലവ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഫേക്ക് ഡീറ്റെയിൽസ് വെച്ച് അതിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടീച്ചേഴ്സ് പിടിക്കുകയാണെങ്കിലും ആണിനോടാണോ പെണ്ണിനോടാണോ ചാറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ആപ്പിനെ കുറിച്ച് അറിഞ്ഞ് സ്കൂളിലെ എല്ലാ കുട്ടികളും ഫേക്ക് നെയിംസ് ഉണ്ടാക്കി ചാറ്റ് ചെയ്യാൻ തുടങ്ങും. തങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അറിയാതെ എക്സൈറ്റ്മെൻറ്റോടെയാണ് കുട്ടികളും ചാറ്റ് ചെയ്യുന്നത്. എപ്പോഴത്തെയും പോലെ നാരമോൾ മാം ആപ്പിൻ്റെ കാര്യം കണ്ടുപിടിക്കും. നാനോയെ വിളിപ്പിക്കുകയും ചെയ്യും. നാനോയോട് ചോദിക്കും, നീയാണോ ഈ വൃത്തികെട്ട ആപ്പ് ഉണ്ടാക്കിയത്? ഇതൊരു ബ്ലൈൻഡ് ഡേറ്റ് ആപ്പ് പോലെയാണ് ഉള്ളത് എന്ന്. നാനോ അപ്പോൾ ചോദിക്കും, വൃത്തികെട്ട ആപ്പോ? മാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെ ആളുകളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. അതുവഴി ട്രൂ ഫ്രണ്ട്സിനെ കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ ട്രൂ ലവിനെ തന്നെ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. മാമിൻ്റെ ഫസ്റ്റ് ലവ് സ്കൂളിൽ തന്നെയല്ലേ സംഭവിച്ചത് എന്ന് അവൾ ചോദിക്കുവാണ്. മാം അതെല്ലാം കേട്ടിട്ട് പറയും, ഇപ്പോൾ ട്രൂ ലവ് കണ്ടുപിടിക്കേണ്ട സമയമല്ല, പഠിക്കേണ്ട ടൈമാണ്. പ്രണയമൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയുള്ളൂ. ആപ്പ് ഡിലീറ്റ് ചെയ്യണമെന്ന്. നാനോ പറയും, ആപ്പ് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് നിങ്ങൾ ടീച്ചേഴ്സിന് ഉപകാരപ്പെടും. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റും. കുട്ടികൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതനുസരിച്ച് നിങ്ങൾക്ക് അവരെ കാര്യങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നതിന് മുന്നേ ആരും അറിയാതെ തടയാനും പറ്റുമെന്ന്. അത് കുഴപ്പമില്ലാത്ത ഒരു ഐഡിയ രണ്ട് ടീച്ചേഴ്സിനും തോന്നുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ടെൻഷനും അവർക്കുണ്ട്. നാനോ ചോദിക്കും, എന്താ നിങ്ങൾ ഔട്ട് ഓഫ് കൺട്രോളായി പോകുമെന്ന് പേടിയാണോ എന്ന്. അത് കേൾക്കുമ്പോൾ നാരമോൾ മാം ആപ്പ് സെറ്റാക്കാൻ സമ്മതിക്കും. അങ്ങനെ മാം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ empty ways എന്ന പേരിൽ സ്വന്തമായി ഒരു ID ക്രിയേറ്റ് ചെയ്യും. ലോഗിനായ ഉടനെ തന്നെ ആപ്ലിക്കേഷൻ മാമിന് കറക്റ്റ് മാച്ച് കണ്ടെത്തി കൊടുക്കും. ഡാഫോഡിൽ എന്നാണ് ആ അക്കൗണ്ടിൻ്റെ പേര്. ചില നേരങ്ങളിൽ ഞാൻ പ്രയത്നിക്കുന്ന കാര്യങ്ങൾ കാരണം ഒരുപാട് ക്ഷീണിതയാകാറുണ്ട്. പക്ഷെ ആരും അതിൻ്റെ പ്രാധാന്യം കാണാറില്ല എന്ന് മാം അതിൽ
കുറിക്കും. അപ്പോൾ ഉടനെ തന്നെ ഡാഫോഡിൽ എന്ന അക്കൗണ്ടിൽ നിന്ന് മറുപടി വരും: ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ചില നേരങ്ങളിൽ ആളുകൾ അതിൻ്റെ പ്രാധാന്യം അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമെന്നാണ് മറുപടി എഴുതിയിരുന്നത്. മാമിന് ആ എഴുത്ത് വളരെയധികം ടച്ചിങ് ആയി തോന്നും. അവർ അതിന് ഹൃദയത്തിൽ നിന്നും മറുപടി കൊടുക്കും. ഡാഫോഡിൽ അപ്പോൾ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്ന് മറുപടി അയക്കും. മാമിന് അതെല്ലാം വായിച്ച് ഒരാശ്വാസം തോന്നുന്നുണ്ട്. അവർ പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. മാമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ. ഒരു ദിവസം ഫ്രണ്ട് അവരുടെ ബോയ് ഫ്രണ്ടുമായി എന്തോ പ്രശ്നമായി ബ്രേക്കപ്പായി ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മാമാണ് ഫ്രണ്ടിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സപ്പോർട്ടൊക്കെ കൊടുത്തത്. പക്ഷെ ആ പയ്യനാണെങ്കിൽ ഒരു ചാൻസ് കൂടി തരണമെന്ന് പറഞ്ഞ് വീണ്ടും വന്നു. ഫ്രണ്ടാകട്ടെ മാമിനെ മൈൻഡാക്കാതെ പയ്യനുമായി വീണ്ടും റിലേഷനിലായി. അത് മാമിനെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു. നെക്സ്റ്റ് നമ്മളെ വീണ്ടും പ്രസന്റ് കാണിക്കുകയാണ്. മാം വീണ്ടും ഒരു റൂൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. റൂൾ നമ്പർ 94. ബോയ്സും ഗേൾസും രഹസ്യമായി ഒന്നിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ശിക്ഷയായി കണക്കാക്കും എന്നതാണ് റൂൾ. അത് കഴിഞ്ഞ് സ്കൂൾ അസംബ്ലി നടക്കുകയാണ്. ലീന ടീച്ചർ ഷെയിംഫുൾ ലിസ്റ്റിൽ ഉള്ള കുട്ടികളുടെ പേര് മാമിനെ ഏൽപ്പിക്കും. റൂൾസ് ഫോളോ ചെയ്യാത്ത കുട്ടികളുടെ പേരുകളാണ് അതിലുള്ളത്. അതുകൊണ്ട് മാം ഒരു തീരുമാനമെടുക്കും. ബോയ്സിന് ഒരു ബിൽഡിങ്ങിലും ഗേൾസിന് മറ്റൊരു ബിൽഡിങ്ങിലുമായിരിക്കും ക്ലാസ്സുകൾ നടക്കുന്നത്. കുട്ടികൾ ഈ തീരുമാനത്തോടുള്ള എതിർപ്പ് അറിയിക്കും. പക്ഷേ അതൊന്നും കാര്യമായി എടുക്കാതെ മാം റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഒപ്പം കുറേ കുട്ടികളുടെ ഫോണും വാങ്ങിവെക്കും. ഇത്രയൊക്കെ റൂൾസ് ഉണ്ടാക്കിയിട്ടും ബോയ്സും ഗേൾസും ഒന്നിച്ച് നടക്കുന്നത് കണ്ടിട്ട് മാം അവരോട് പറയും: സെപ്പറേറ്റായി നടക്കുക, അല്ലെങ്കിൽ ഞാൻ ബോയ്സിനും ഗേൾസിനും വെവ്വേറെ നടവഴിയും ഉണ്ടാക്കുമെന്ന്. അതിനിടയിൽ ഒരു മെയിൽ ടീച്ചർ മാമിനെ കണ്ട് വിഷ് ചെയ്തിട്ട് പോകുന്നുണ്ട്. മാം അപ്പോൾ ഇദ്ദേഹമാണോ ഇനി ഡാഫോഡിൽ എന്ന ഐഡിയയ്ക്ക് പിന്നിലെന്ന് സംശയിച്ചു നിൽക്കും. അപ്പോൾ ഞാനും അവിടേക്ക് വന്ന് എൻ്റെ ഐഡിയ വർക്ക് ആകുന്നുണ്ടോ, ആപ്പ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് മാമിൻ്റെ പിന്നാലെ കൂടുകയാണ്. മാം പക്ഷേ നാനോയ്ക്ക് വലിയ വില കൊടുക്കാതെ ഒഴിവാക്കി വിടാനാണ് നോക്കുന്നത്. ഡാഫോഡിലിൻ്റെ കാര്യം ആരും അറിയരുതെന്ന് അവർക്കുണ്ട്. അപ്പോഴാണ് നാനോ ഒരു ക്ലാസ് റൂം കാണിച്ചിട്ട് ഇവിടെ നിന്നും എന്തോ സ്ട്രെയിഞ്ച് ശബ്ദം വരുന്നുണ്ടെന്ന് പറയുന്നത്. മാം വന്ന് നോക്കുമ്പോൾ ശരിയാണ്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അവർ വേഗം തന്നെ കഥക് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഓരോ പയ്യൻ സീറ്റിലിരിക്കുന്നതും പെൺകുട്ടി തൊട്ടടുത്ത് നിലത്തായി മുട്ടൂതി നിൽക്കുന്നതുമാണ്. അത് കണ്ട ഉടനെ തന്നെ മാം കലി കയറി അവർ രണ്ടുപേരും ഒരുപാട് ചീത്ത പറയും. അവരെന്തോ മോശം കാര്യം ചെയ്യുകയായിരുന്നു എന്ന് മാം ഉറപ്പിക്കും. അതും പോരാഞ്ഞ് മാം തല്ലുമ്പോൾ ആ പയ്യൻ്റെ നെറ്റി പൊട്ടി രക്തം വരാനും തുടങ്ങും. മാമിന് മനസ്സിലായി ഇത് പ്രശ്നമായി കയ്യിൽ നിന്നും പോയി എന്ന്. അപ്പോൾ അവർക്ക് വീണ്ടും ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. ഒരു ദിവസം മാം സ്കൂളിൽ ചെന്നപ്പോൾ അന്ന് മാമിൻ്റെ ക്ലോസ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലാസ് ടീച്ചർ സങ്കടത്തോടെ വന്ന് പറയും: ആ പെൺകുട്ടി മരിച്ചുപോയി, അവൾ അബോർഷൻ ചെയ്യാൻ പോയതായിരുന്നു, പക്ഷെ ഒരുപാട് രക്തം പോയി അവൾ മരണപ്പെട്ടു എന്ന്. മാമിന് അത് കേട്ട് ആകെ വിഷമമാകും. ഈ കാരണം കൊണ്ട് അന്ന് മുതൽ അവളുടെ ഉള്ളിൽ കയറിയ ചിന്തയാണ് ബോയ്സും ഗേൾസും പ്രണയിക്കാൻ പാടില്ല, ഒന്നിച്ചിരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നൊക്കെയുള്ളത്. തൻ്റെ സുഹൃത്തിന് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്കും നടക്കരുത് എന്ന് കരുതിയാണ് മാം കുട്ടികളിൽ നിർബന്ധിതമായി വിചിത്രമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സീൻ അവിടെ കട്ടാകും. നെക്സ്റ്റ് മാമിനെ ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മാം പറയും: ഞാൻ ഇമ്മോറൽ കാര്യങ്ങൾ തടയുകയാണ് ചെയ്തതെന്ന്. ഹെഡ് മാസ്റ്റർ അപ്പോൾ ഒരു ഇറേസർ എടുത്ത് കാട്ടിയിട്ട് ചോദിക്കും: ഇതാണോ നിങ്ങളുടെ ഇമ്മോറൽ കാര്യമെന്ന്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയും പയ്യനും അവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. അതിനിടയിൽ ഇറേസർ താഴെ പോയപ്പോൾ ആ പെൺകുട്ടി അതെടുക്കുന്നത് കണ്ടാണ് മാം തെറ്റിദ്ധരിച്ചത്. ആ പയ്യൻ്റെ നെറ്റി പൊട്ടിയത് കാരണം പേരൻസ് സ്കൂളിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തേക്കാം. അതുകൊണ്ട് മാമിനെ പിരിച്ചുവിടാൻ പോവുകയാണ് ഹെഡ് മാസ്റ്റർ. മാമിനെ പിരിഞ്ഞു പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും മറ്റു വഴികളൊന്നുമില്ല. മാം പോയി കഴിഞ്ഞാൽ സ്കൂളിൽ വീണ്ടും ബോയ്സും ഗേൾസും ഒന്നിച്ചു പഠിക്കും. അതോർത്താണ് അവർക്ക് സങ്കടം. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഡാഫോഡിലിൻ്റെ മെസ്സേജ് വരുന്നത്. ഡാഫോഡിൽ മാമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. മാമിന് അപ്പോൾ ആശ്വാസമാകുന്നുണ്ട്. ഒരാളെങ്കിലും തൻ്റെ സൈഡിൽ ഉണ്ടല്ലോ എന്നവർ വിചാരിക്കും. കൂടാതെ ഡാഫോഡിലിനോട് മാമിന് ഒരു സോഫ്റ്റ് കോൺട്രം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കാണിക്കുകയാണ്. മാം പോകുന്നതിന് മുന്നേ മാമിനെ ഗുഡ് ബൈ പറഞ്ഞ് അയക്കാൻ വേണ്ടി എല്ലാവരും കൂടി അസംബ്ലി കൂടിയിരിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ മാമിന് പ്രസംഗിക്കാനായി മൈക്ക് കൈമാറും. മാം പറയും: നമ്മുടെ സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണെന്നറിയാം, എങ്കിലും പെൺകുട്ടികൾ ഗ്രേസ്ഫുള്ളായി തന്നെ ഇരിക്കണം, ട്രഡീഷണൽ ലേഡീസ് ആയിരിക്കണം, ഗേൾസ് ബോയ്സിൽ നിന്നും അകന്നു നിൽക്കണം. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള വാതിൽ തുറക്കും, അന്ന് നിങ്ങൾക്ക് സന്തോഷവും സേഫ്റ്റിയും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് മാം സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നാനോ ഫോൺ എടുത്ത് ആപ്പിൽ എന്തോ ചെയ്യുന്നത്. നാനോ ആ ആപ്പിൽ ആളുകളുടെ ഐഡന്റിറ്റി പബ്ലിക്കാക്കി. ഇപ്പോൾ എല്ലാവർക്കും തങ്ങളുടെ മാച്ച് ആരാണെന്ന് മനസ്സിലാകും. എല്ലാവരും തങ്ങളുടെ മാച്ചിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ പോവുകയാണ്. മാച്ചായി വന്നിരിക്കുന്നവരിൽ ചിലർ ബോയുമാണ്, അതുപോലെ ഗേൾസും ഉണ്ട്, കൂടാതെ ബോയും ഗേളും, അങ്ങനെ മിക്സായാണ് മാച്ചായിരിക്കുന്നത്. മാമിന് എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാതെ നിങ്ങൾക്കൊരു ഫാമിലി കിട്ടുന്നതുവരെ അടക്കത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്പീച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് അവരുടെ ഫോണിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അവരുടെ മാച്ച് ആരാണെന്ന് ഡിസ്ക്ലോസ് ആകാൻ പോവുകയാണ്. ആ ഡാഫോഡിൽ എന്ന ഐഡന്റിറ്റിക്ക് പിന്നിൽ ലിൻഡ ടീച്ചറായിരുന്നു. മാം ഒന്ന് ഞെട്ടിപ്പോകും. ലിൻഡ ടീച്ചറും അപ്പോഴാണ് MT വേസ് മാം ആണെന്ന് അറിയുന്നത്. അവരും ഷോക്കാകുന്നുണ്ട്. ലിൻഡ ടീച്ചർ മാമിനോട് വന്ന് പറയും, ഞാൻ നിങ്ങളെ ഇത്രയും നാൾ അഡ്മയർ ചെയ്യുക ആണെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിലും ഉപരിയാണ് ആ ഫീലിംഗ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന്. മാം ആണെങ്കിൽ വല്ലാണ്ട് ഷോക്കായി പോകും. അപ്പോൾ ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ലിൻഡ വന്ന് മാമിനെ ഹഗ് ചെയ്യും. മാം അപ്പോൾ അയ്യേ നാണക്കേട്, നമ്മൾ സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് ലിൻഡയെ തള്ളിവിടും. അപ്പോൾ ലിൻഡ ടീച്ചർ വിഷമത്തോടെ പറയും, പ്രണയം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്. അതിൽ ഹാപ്പിനെസ്സും അഫെക്ഷനും ഇൻറ്റിമസിയും ഒക്കെയുണ്ട്. നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോഴാണ് എനിക്കതൊക്കെ ഫീൽ ആകുന്നത്. നിങ്ങൾക്കും അതേ ഫീലിംഗ് തന്നെയല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് തൻ്റെ ഫീലിങ്സ് എല്ലാം ലിൻഡ മാമിനോട് തുറന്നു പറയും. അപ്പോൾ മാമിന് പെട്ടെന്ന് തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് വന്ന് തൻ്റെ മുന്നിൽ നിന്ന് പറയുന്നത് പോലെ തോന്നുകയാണ്. ആ കുട്ടി പറയും, നീ നിന്റെ ഹൃദയം തുറക്കണം. പ്രണയം എന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. പ്രണയിക്കുന്ന ആളുകൾ ഒരുപക്ഷെ റോങ് ആയേക്കാം എന്നെല്ലാം ഫ്രണ്ട് വന്ന് ഇതൊക്കെ പറയുമ്പോൾ മാമിൻ്റെ ഹൃദയകാഠിന്യം കുറച്ച് കുറയുന്നുണ്ട്. ലിൻഡ പറയും, പ്രണയം അത് എങ്ങനെയൊക്കെ ആണെങ്കിലും പ്രണയം തന്നെയല്ലേ. മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിങ്ങളെ മനസ്സിലാകും എന്ന് പറഞ്ഞ് ലിൻഡ മാമിനെ കിസ് ചെയ്യും. മാം പക്ഷെ പ്രതികരിക്കുന്നില്ല. കുട്ടികൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. നരമോൾ മാമും തൻ്റെ ഉള്ളിൽ ലിൻഡ എന്ന വ്യക്തിയോടുള്ള പ്രണയം തിരിച്ചറിയും. മാമും ലിൻഡയെ കിസ് ചെയ്യുകയാണ്. കുട്ടികളും ബാക്കിയുള്ള ടീച്ചേഴ്സും ഇതെല്ലാം കണ്ട് അതിന് കൈയടിച്ച് സപ്പോർട്ട് കൊടുക്കും. കൂടാതെ കുട്ടികൾക്കും സ്കൂളിൻ്റെ കഠിനമായ നിയമങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്. നനോയും തൻ്റെ പണി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവിടെ നിന്നും നടന്നു പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് യു ആർ മാച്ച്ഡ് എന്ന് പറഞ്ഞ് ഒരു നോട്ടിഫിക്കേഷൻ വരും. പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു റെഡ് റിബൺ തലയിൽ ചൂടിയ പെൺകുട്ടിയുടെ പടം. പക്ഷേ ഫേസ് കാണുന്നില്ല. ഈ പെൺകുട്ടിയെ തന്നെയാണ് ഫസ്റ്റ് എപ്പിസോഡിന്റെ അവസാനവും കാണിച്ചത്. ആ സമയത്ത് റെഡ് റിബൺ തലയിൽ കെട്ടിയ ഒരു കുട്ടി നാനോടെ അടുത്തുകൂടെ പോവുകയാണ്. നാനോ ഇപ്പോൾ അർത്ഥം വെച്ച് ഒന്ന് പുഞ്ചിരിക്കും. അവിടെ വെച്ച് സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. സെക്കൻഡ് എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. അടുത്ത എപ്പിസോഡ് വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ബാക്കി വീഡിയോസിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.